നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് എവിടെയെങ്കിലും ഒരു കാര്യം നടന്നതിന് ശേഷം മാത്രം ഒപ്പാല് വെച്ച് പിടിക്കുക, അഥവാ നമ്മുടെ അലറി നിലവിളിച്ച് പിടിക്കുക, അയ്യോ അവർക്ക് നീതി കിട്ടിയില്ല, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അവരാരെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവത്തിൽ ഉണ്ടാകത്തില്ല. ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന ആത്മഹത്യ, സൂയിസൈഡിലേക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് സമൂഹത്തിന്റെ അകത്ത് ഇങ്ങോട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് വേട്ടയാടി അവസാനം അവർ കയറെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷം കഴിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കും. സത്യം പറഞ്ഞാൽ കുറച്ച് നാളിന് ശേഷം, അഥവാ ഈ കുറച്ച് കാലത്തിന് ശേഷം, ഈ അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒറ്റ കാരണക്കാരൻ അത് ഈ പറഞ്ഞ ബാല തന്നെ ആയിരിക്കും. കാരണം ആ സ്ത്രീ ഇന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അവരൊരു ഇൻഡിവിജ്വലായിട്ട് ജീവിച്ച് അവരുടെ ലൈഫുമായിട്ട് അവരുടെ പാഷനേറ്റഡായിട്ടുള്ള അവരുടെ ആ ഒരു കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇന്റൻഷനലി പലതരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചിരുത്തിക്കൊണ്ട് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് പറയുകയും പ്രചരിപ്പിക്കുകയും ആ ഒരു കാര്യത്തിന്റെ അകത്ത് എനിക്കൊരു മകളുണ്ട് അല്ലെങ്കിൽ എല്ലാം പുറത്തു വിട്ടെന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് എന്തൊക്കെയോ 3 പേര് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ